ഇയാളെ പെങ്ങന്മാരെ നമുക്കറിയില്ലേ? ഇയാളെ സഹോദരന്മാരെ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇയാളെന്താ ഇത്ര മൂക്കാൻ എന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ നില്ലടാ അവിടെ, നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞോ? ഇഷ്ടക്കേട് കാണിച്ചോ? തച്ചൻ എന്ന് വിളിച്ചപ്പോ നിനക്കൊക്കെ അറിയാമോടാ ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഏറ്റവും പാവപ്പെട്ടവനായിട്ട് യേശു ജനിച്ചു, ഏറ്റവും നിസ്സാരനായിട്ട്. ശരിക്കർത്ഥത്തിൽ അവിടുന്ന് ദാസന്റെ വീട്ടിലല്ലേ ജനിച്ചത്? ഇന്നത്തെ കൂലിപ്പണിക്കാരുടെ ഡിഗ്നിറ്റി അന്നുണ്ടോ? അന്നത്തെ കാലത്ത് പോയിട്ട് 25 വർഷം മുമ്പുണ്ടോ? 25 വർഷം മുമ്പ് ജോലിക്കാരെ വിളിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ പണി ചെയ്യിക്കും. ഇന്നോ നാക്കെടുത്ത് അക്ഷരം എതിര് മിണ്ടിപ്പോയെങ്കിൽ താണ്ട കിടക്കുന്ന നിന്റെ പണി എന്നും പറഞ്ഞാൽ അപ്പോഴേ സ്ഥലം വിടും. നമ്മുടെ നാട്ടിലെ കാര്യം പറയാണ്. അപ്പോഴേ അന്നത്തെ ശമ്പളം വാങ്ങിക്കാൻ നിൽക്കില്ല, അപ്പോഴേ തുണി മാറി അയാൾ പൊക്കഴിഞ്ഞു. അതാണ് ഇന്നത്തെ സ്ഥിതി. അന്നതല്ലല്ലോ. ഏത് കൂലിപ്പണിക്കാരനെയും കൊണ്ട് ഇഷ്ടപ്പെടുന്ന പണി ചെയ്യാക്കാവുന്ന അവൻ തനി ദാസനായി വന്നു. ഭൂമിയിൽ ആർക്കുണ്ട് ഒരു ദാസനാവാൻ ഇഷ്ടം? ആ കാലം പോയില്ലേ, പോയില്ലേ? ദാസന്റെ കാലം പോയില്ലേ? ഇന്നിപ്പം നമ്മൾ എന്ത് പറയും? ഞാനും ശമ്പളം ഇച്ചിരി കുറച്ചേ വാങ്ങിക്കുന്നുള്ളെങ്കിൽ നിന്നെക്കാളൊന്നും കുറഞ്ഞവനല്ല. നിനക്ക് പഠിത്തം ഉണ്ടായിരിക്കാം, നീ വലിയ ആളായിരിക്കാം, പക്ഷെ ഞാനും തൊഴിൽ ചെയ്ത് അന്തസ്സോടെ ജീവിക്കുന്നവൻ, ഞാനും നിന്നെക്കാൾ കുറഞ്ഞൊന്നും അല്ല എന്ന് പറയുന്നൊരു കാലമല്ലേ ഇന്ന്? കണ്ടില്ലേ? ദാസനായി ജീവിക്കാനുള്ള അവൻ്റെ മനസ്സ്, അവൻ്റെ തയ്യാറെടുപ്പ്. ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അവൻ തന്നെത്താൻ വിളിച്ച പേര് ഓർമ്മയുണ്ടോ? ആളുകൾ അവിടുത്തെ ഗുരു എന്ന് വിളിക്കും, കർത്താവ് എന്ന് വിളിക്കും. എന്നാൽ തന്നെക്കുറിച്ച് തന്നെ പറയാൻ അവൻ ഉപയോഗിച്ചൊരു പേരുണ്ട്, അറിയാവോ? മനുഷ്യപുത്രൻ. വേറെ ആരും അവിടുത്തെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കത്തില്ല. അവിടുന്ന് തന്നെ വിളിക്കുന്ന പേര് മനുഷ്യപുത്രൻ. അവിടുത്തെ അസൽ പേരെന്താണ്? ദൈവപുത്രൻ എന്നല്ലേ? ഇല്ലേ? അതും ഇതുമായിട്ട് എന്താ സാമ്യം? ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പൊങ്ങിയ പേര്. സ്തോത്രം. നമ്മുടെ കാര്യം ഞാനങ്ങ് പറയാം. ചില സമയത്തെ ഈ കുഴപ്പമൊക്കെ കാണിച്ച് പിടിക്കപ്പെട്ട് ഒഴിഞ്ഞു പോകാൻ ഗതിയില്ലാതെ വരുമ്പം നമ്മൾ പറയത്തില്ലേ, ഞാനും ഒരു മനുഷ്യനില്ലയോ എന്ന് പറയത്തില്ലേ? ഓർമ്മയില്ലേ? പറഞ്ഞിട്ടില്ലേ ആരും? അപ്പൊ അതൊരു തോൽവിയുടെ കുറഞ്ഞ ഒരു പേരാണ് അവിടത്തേക്ക്. പക്ഷെ ആ പേരാണ് അവിടുത്തെ തിരഞ്ഞെടുത്തത്, മനുഷ്യപുത്രൻ എന്ന പേര്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അവിടത്തേക്ക് അർഹമായ പേര് ദൈവപുത്രൻ എന്നാണ്. പക്ഷെ താൻ തിരഞ്ഞെടുത്ത പേര് മനുഷ്യപുത്രൻ. അതിന്റെ മഹത്വം അറിയാവോ? എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ വിളിച്ചു പറയും, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ലളിത ഭാഷയിൽ പറഞ്ഞാൽ, ഒരു ദിവസം സ്വർഗത്തിന്റെ കവാടം തുറക്കും. കോടി കോടി ആളുകൾ ഭൂമിയിൽ നിന്ന് പറന്ന് സ്വർഗമണ്ഡലത്തിൽ ചെല്ലും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൂതന്മാർ അന്തം വിട്ട് ചോദിക്കും, ഹേയ്, ഇവൻ ഭൂമിയിൽ ഭയങ്കര പാപിയല്ലായിരുന്നുവോ? പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നവനല്ലേ? ഇവൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, കുഞ്ഞാടേ, നിന്റെ രക്തം കൊണ്ട് നീ ഇവനെ വാങ്ങി. യേശുവേ, നിന്റെ രക്തത്തിന്റെ ശക്തി ഇത്ര വലുതോ? നിന്റെ ക്രൂശിന്റെ മഹത്വം ഇത്ര വലുതോ? ആ ക്രൂശിന്റെ ദിവസം എല്ലാം തകർന്നുവെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾക്കതിന്റെ അർത്ഥം തിരിഞ്ഞില്ല. ഇന്ന് ഞങ്ങൾ നോക്കുമ്പോൾ കോടി കോടി ആളുകൾ പാട്ടോടുകൂടെ, നൃത്തത്തോടുകൂടെ, നിത്യ ആനന്ദത്തോടുകൂടെ ആ കയറി വരുമ്പോൾ അതിന്റെ കാരണം ആ ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നതല്ലേ? അത് കണ്ടിട്ട് അവന് ഇഷ്ടപ്പെട്ട പേര് മനുഷ്യപുത്രൻ. നമ്മുടെ ജീവിതത്തോട് ബന്ധിപ്പിച്ച് ഞാൻ പറയാം. സ്തോത്രം. എന്താണെന്നോ ഇതിന്റെ പാഠം? നമുക്ക് ആർക്കാ ഇച്ചിരി പേര് വേണ്ടാത്ത? നമുക്ക് ആർക്കാ ഒരു സ്ഥാനം വേണ്ടാത്ത? ഒരു ഇച്ചിരൊക്കെ ആയിക്കഴിഞ്ഞാൽ അതും കൂടെ ചേർത്ത് നമ്മളെ വിളിച്ചില്ലേ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഉള്ള സത്യം ഉള്ള പോലെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പം നമ്മുടെ കാര്യം തന്നെ, നമ്മളെ പാസ്റ്റർമാരുടെ കാര്യം തന്നെ പറഞ്ഞാൽ, ഒരു സമയത്ത് വിശ്വാസിയായിട്ടൊക്കെ ഇവിടെ വന്നു, എന്നാലും ഇടയ്ക്ക് പാസ്റ്റർ ആയപ്പോൾ പിന്നെ വിളിക്കാൻ പാസ്റ്റർ എന്ന് വിളിക്കണ്ടേ? അല്ലെങ്കിൽ നമുക്കൊരു മനപ്രയാസം ഉണ്ടാവില്ലേ? ചിലക്ക് ദേഷ്യം വരില്ലേ? എല്ലാവർക്കും അല്ലെങ്കിൽ ചിലക്ക് ദേഷ്യം വന്നു ഭയങ്കരമായിട്ട് ചൂടായിട്ടുള്ളവരുണ്ട്. പഠിച്ചു കഴിഞ്ഞാലേ
അതിൻ്റെ കൂടെ ചില പ്രീഫിക്സും സഫിക്സും ഒക്കെ വേണമെന്നുള്ള നിർബന്ധം കുറേ ആളുകൾക്കില്ലേ? അതും പ്രത്യേകിച്ച് ഞാൻ ഇച്ചിരി വിപുലമായിട്ടങ്ങ് പറഞ്ഞാലേ, സ്തോത്രം, പലയിടത്തുമൊക്കെ പോയി ആർക്കെങ്കിലും ഒരു ഡോക്ടറേറ്റ് ഇനി ചുമ്മാതെ കിട്ടിയാലും പഠിച്ചു കിട്ടിയാലും പിന്നെ അവരെ ഡോക്ടർ എന്ന് വിളിച്ചില്ലെങ്കിൽ എന്തോ ഒരു നെഞ്ചുവേദനയുള്ള ആളുകളെന്നറിയോ? എനിക്കറിയാവുന്ന എൻ്റെ ഒരു സ്നേഹിതൻ, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. അദ്ദേഹം ഒരു PhD എടുത്തു. അപ്പൊ വീട്ടിൽ വേലയ്ക്ക് വരുന്ന ഒരു സ്ത്രീയുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം വന്നിച്ചിട്ട് വേലയൊക്കെ ചെയ്ത് കൊടുക്കുന്ന സ്ത്രീ. ആ സ്ത്രീയോട് ഇദ്ദേഹത്തിന്റെ ഭാര്യ പറയുകയാണ്, ഇനി ഞങ്ങളുടെ അച്ഛനെ സാറേ നല്ല വിളിക്കേണ്ടത്, ഞങ്ങളുടെ അച്ഛനെ ഇനി ഡോക്ടർ എന്ന് വിളിക്കണം, വീട്ടു വേലക്കാരി ഡോക്ടർ എന്ന് വിളിക്കണം. ഭൂമി അങ്ങനെയാണെന്നേ. പക്ഷേ നമ്മുടെ നായകനെ പരിചയമുണ്ടോ? അറിയോ? നമ്മുടെ നായകനെ ഇത് പറഞ്ഞവനല്ല, ദൈവമായിരുന്നവൻ ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോ ദൈവപുത്രൻ എന്ന പേരിന് പകരം മനുഷ്യപുത്രൻ എന്ന പേരെടുത്ത ഒരുത്തന്. ഹല്ലേലൂയ പറ. പൊങ്ങച്ചം വേണ്ട ഒരുത്തൻ അവന്റെ കൂടെ പോകാൻ പറ്റുമോ? ഇവര് തമ്മിൽ പൊരുത്തപ്പെടുമോ? പ്രിയമുള്ളവരെ, മനോഭാവത്തിൽ അടിസ്ഥാനപരമായി രൂപാന്തരമുണ്ടാകാതെ ആത്മീക ജീവിതം സാധ്യമല്ല. ഇതൊരു പൊങ്ങച്ചത്തിന്റെ മതമല്ല, ഇതൊരു ഉയർച്ചയുടെ മതമല്ല, ഇത് ആള് വലിയവനാക്കാനുള്ള മതമല്ല. തന്നെത്താൻ താഴ്ത്തിയ യേശുവിനെ പോലെ താഴ്ത്തി ഇറങ്ങാനുള്ള ഒരു സമ്പ്രദായമാണ് ഈ മാർഗം എന്ന് തിരിച്ചറിയൂ. ഇന്ന് പകൽ നമ്മുടെ ഉള്ളിലെ ഉയർച്ചയുടെ ആത്മാവിനെ ഇടിച്ചു കളഞ്ഞ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിനും സ്വഭാവത്തിനും ചേരാത്ത നികളത്തെ ഇടിച്ചു കളഞ്ഞ് അതിന്റെ കോട്ടകളെ തകർത്ത് അതിന്റെ ചണ്ടിക്കൂമ്പാരങ്ങളെ വാരിയെറിഞ്ഞ് അന്തരത്തെ ശുദ്ധമാക്കി ഇതിനകത്ത് ജനം വിളിച്ചു പറയാൻ തയ്യാറുണ്ടോ? ഹല്ലേലൂയ. വേറെ കാര്യം പറയാം. യേശു സ്നാനം ഏൽക്കാൻ പോയി. നമുക്കെല്ലാവർക്കും അറിയാം, യേശു സ്നാനം ഏൽക്കാൻ പോയി. സ്നാനം ഏൽക്കാൻ പോയപ്പോ യേശു സ്നാനമേൽക്കാൻ യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ ചെന്നു. യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ ചെന്നപ്പോ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല, ദയവായിട്ട് എന്നെ ഉപദ്രവിക്കല്ലേ. കർത്താവേ, അങ്ങ് ഭയങ്കര ദൈവം, അവിടുത്തെ ചെരുപ്പെടുത്തോണ്ട് നടക്കാനുള്ള യോഗ്യത എനിക്ക് ഇല്ല, അതുകൊണ്ട് എന്നോട് ആവശ്യപ്പെടുന്നത് പ്ലീസ് പ്ലീസ് എന്നോട് ആവശ്യപ്പെടുന്നത്. എന്താ യേശുവിന്റെ മറുപടി? ഇപ്പൊ സമ്മതിക്ക്, നീ എന്നെ സ്നാനപ്പെടുത്ത്, ഇപ്പൊ നീ എന്നെ സ്നാനപ്പെടുത്ത്. ഇങ്ങനെ ദൈവത്തിന് നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അതാണ് യേശുവിന്റെ സ്വഭാവം. അപ്പോഴേ ഈ കൂടിയവൻ, ഈ ദൈവപുത്രൻ ജഡമെടുത്തു വന്നപ്പോ തന്നെക്കാൾ വളരെ കുറഞ്ഞ അവന്റെ ഭാഷയിൽ, അവൻ മനുഷ്യനാണെന്ന് പോലും പറയാൻ യോഹന്നാൻ സ്നാപകൻ തയ്യാറല്ല. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവനറിയുന്നു, അവൻ തന്നെ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല.